ഓഫ് യു കെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യു കെയിൽ ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിസമ്പന്നർക്കായി നോം ഡോം ടാക്സ് പഴുതുകൾ റെയ്ഡ് ചെയ്യാനുള്ള യു കെ ചാൻസലർ റേച്ചൽ റീവ്സിന്റെ പദ്ധതികൾ പുനഃപരിശോധിച്ചേക്കാം. അടുത്ത മാസത്തെ ബജറ്റിൽ സിസ്റ്റത്തിലെ പഴുതുകൾ അടച്ച് അധിക NHS അപ്പോയിന്റ്മെന്റുകൾക്കും പൊതുസേവനങ്ങൾക്കുമായി പ്രതിവർഷം £1 ബില്യൺ ലാഭിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു ചാൻസലർ റേച്ചൽ റീവ്സ്. എന്നാൽ സമ്പന്നരായ വ്യക്തികൾ തങ്ങളുടെ വിദേശ ഇൻകത്തിന് ടാക്സ് അടക്കാതെ യു കെ വിടാൻ തീരുമാനിച്ചാൽ പ്രതീക്ഷിച്ച പണം സ്വരൂപിക്കാൻ കഴിയില്ലെന്നുള്ള ആശങ്കയുയർന്നിട്ടുണ്ട്. ലേബർ പാർട്ടിയുടെ പ്രകടന പത്രികയിൽ നോം ഡോം പദവി ഒരിക്കൽ കൂടി നിർത്തലാക്കുമെന്നും പകരം ചുരുങ്ങിയ കാലത്തേക്ക് യഥാർത്ഥത്തിൽ രാജ്യത്തെ ജനങ്ങൾക്കായി ഒരു ആധുനിക പദ്ധതി കൊണ്ടുവരുമെന്നും വാഗ്ദാനം ചെയ്തിരുന്നു. വിപുലമായ സ്പ്രിംഗ്ലർ സിസ്റ്റങ്ങളും ഹോട്ട് ടബുകളും സ്വിമ്മിംഗ് പൂളുകളുമുള്ള പ്രീമിയം ഉപഭോക്താക്കളിൽ നിന്നും പ്രീമിയം ചാർജ് ഈടാക്കുന്ന കാര്യം ജലവിതരണ കമ്പനികൾ പരിഗണിക്കുമെന്ന വാട്ടർ റെഗുലേറ്റർ ആവശ്യത്തെ ചൂടുപിടിച്ച് ജലവിതരണം നിയന്ത്രിക്കാനും പാവപ്പെട്ട കുടുംബങ്ങളുടെ വാട്ടർ ബിൽ കുറയ്ക്കുന്നതിനുമായി വലിയ വീടുകൾക്കുള്ള താരിഫ് ഉയർത്താൻ ഒരുങ്ങി കെയർ സ്റ്റാമർ ഗവൺമെന്റ്. വലിയ ഉദ്യാനവും നീന്തൽക്കുളവുമുള്ള വീടുകളുടെ വാട്ടർ ബിൽ വർദ്ധിപ്പിച്ചേക്കാമെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഡെയിലി മെയിലാണ്. ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയ്ക്ക് ശേഷം ഇന്ന് രാവിലെ ഇംഗ്ലണ്ടിലുടനീളം 150-ലധികം വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ നിലവിൽ വന്നു. കനത്ത മഴ മൂലം ഇംഗ്ലണ്ടിനെയും വെയിൽസിലെയും വടക്കൻ മധ്യഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ചതായും മിൽട്ടൺ കെയ്ൻസ്, ഓക്സ്ഫോർഡ്ഷെയർ, കേംബ്രിഡ്ജ്ഷെയർ, ലെസ്റ്റർഷെയർ, വെസ്റ്റ് മിഡ്ലൻഡ്സ് എന്നിവിടങ്ങളിൽ വ്യാപകമായ യാത്രാ തടസ്സമുണ്ടായതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഞായറാഴ്ച ഇംഗ്ലണ്ടിന്റെയും വെയിൽസിന്റെയും തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ തടസ്സമുണ്ടാക്കിയേക്കാവുന്ന ശക്തമായ കാറ്റിന്റെ യെല്ലോ വാർണിംഗും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നദികൾ പ്രതികരിക്കാൻ പലപ്പോഴും സമയമെടുക്കുന്നതിനാലാണ് ഇത്രയധികം മഴവെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ഗ്രെഗ് ഡ്യൂഹസ്റ്റ് പറഞ്ഞു. യു കെയിലെ ഏറ്റവും വലിയ ജലകമ്പനികളിലൊന്നായ സദേൺ വാട്ടേഴ്സ് നോർവേയിൽ നിന്ന് യു കെയിലേക്ക് വാട്ടർ ഷിപ്പിംഗ് സപ്ലൈ പരിഗണിക്കുന്നു. 2030കളുടെ തുടക്കത്തിൽ യു കെയിൽ കടുത്ത വരൾച്ചയുണ്ടായാൽ ഇതായിരിക്കും തങ്ങളുടെ അവസാന ആശ്രയമെന്ന് സദേൺ വാട്ടർ പറഞ്ഞു. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ മഞ്ഞുപാളികൾ ഉരുകിയുണ്ടാകുന്ന ജലം ടാങ്കർ ഷിപ്പുകൾ വഴി യു കെയിലേക്ക് കൊണ്ടുവരാനുള്ള സദേൺ വാട്ടറിന്റെ നീക്കം ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഫിനാൻഷ്യൽ ടൈംസ് ആണ്. 2022 വേനൽക്കാലത്ത് വരൾച്ചയെ തുടർന്ന് യു കെയിലെ ജലസ്രോതസ്സുകളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കവുമായി മുന്നോട്ടു പോകാൻ വാട്ടർ കമ്പനികൾ തീരുമാനിച്ചത്. ഈ പ്രപ്പോസൽ പ്രകാരം പ്രതിദിനം 45 ദശലക്ഷം ലിറ്റർ വെള്ളം വരെ യു കെയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. സീ ടാങ്കറിൽ വെള്ളം വിതരണം ചെയ്യുന്ന യു കെയിലെ സ്വകാര്യ കമ്പനിയായ എക്സ്ട്രീം ഡോട്ട് റെസിലിയൻസ് സർവീസുമായി സദേൺ വാട്ടർ പ്രാരംഭഘട്ട ചർച്ചയിലാണെന്ന് ഫിനാൻഷ്യൽ ടൈംസ് പറഞ്ഞു. കസ്റ്റമേഴ്സിന്റെ ബില്ലിൽ നിന്ന് കമ്പനി പണം നൽകുമെന്ന് റിപ്പോർട്ട് പറയുന്നു. യു കെയിലെ ഹാംഷെയർ, കെന്റ്, ഈസ്റ്റ് വെസ്റ്റ് സസെക്സ്, ഐൽ ഓഫ് വൈറ്റ് എന്നീ ഭാഗങ്ങളിൽ ജലവിതരണം നടത്തുന്ന സദേൺ വാട്ടർ നിലവിൽ ഭൂഗർഭജലത്തിൽ നിന്നും അപൂർവമായ ചോക്ക് അരുവികളിൽ നിന്നുമാണ് ജലം വിതരണം ചെയ്യുന്നത്. യു കെ പോലുള്ള മഴയുള്ള രാജ്യത്ത് ലഭ്യമായ ജലസ്രോതസ്സുകൾ ഉപയോഗിച്ച് മികച്ച ജോലി ചെയ്യുന്നതിന് പകരം നോർവേയിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നത് ചിലവേറിയതാണെന്നും അത് കൂടുതൽ കാർബൺ എമിഷന് കാരണമാകുമെന്നും ഗ്രീൻ പീസ് യു കെയുടെ മുഖ്യ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഡഗ് പർ നിർദ്ദേശത്തെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു. 2030കളുടെ തുടക്കത്തിൽ അത്യധികം വരൾച്ചയുടെ അടിയന്തര സാഹചര്യത്തിൽ ഒരു ചെറിയ കാലയളവിലേക്ക് മാത്രമേ നോർവേയിൽ നിന്ന് വെള്ളം ഇറക്കുമതി ചെയ്യപ്പെടുകയുള്ളൂവെന്ന് സദേൺ വാട്ടർ പിന്നീട് വ്യക്തമാക്കി. വിദേശ NHS സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് കുറക്കുമെന്ന സൂചന നൽകി ഹെൽത്ത് സെക്രട്ടറി വെസ് ട്രീറ്റിംഗ്. NHS ഇനി വിദേശത്തു നിന്നുള്ള ആളുകളെ ആരോഗ്യ സേവനത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ലെന്ന് വൈസ് ട്രീറ്റിംഗ് പറഞ്ഞു. ഹെൽത്ത് സർവീസ് സ്റ്റാഫിംഗിലേക്ക് കുടിയേറ്റക്കാരെ NHS അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുമെന്നും നമ്മുടെ സ്വന്തം നാടൻ പ്രതിഭകളെ പരിശീലിപ്പിക്കുമെന്നും ആരോഗ്യ സെക്രട്ടറി പ്രതിജ്ഞയെടുത്തു. GB ന്യൂസിന്റെ പൊളിറ്റിക്കൽ പോഡ്കാസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഭ്യന്തര സെക്രട്ടറിയെ ഈ രാജ്യത്ത് നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാൻ സഹായിക്കേണ്ടത് ആരോഗ്യ സാമൂഹ്യ പരിപാലന സെക്രട്ടറി എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണെന്ന് കരുതുന്നതെന്നും ഹെൽത്ത് സെക്രട്ടറി പറഞ്ഞു. ലോകമെമ്പാടുമുള്ള നല്ല എക്സ്പീരിയൻസ്ഡായ ഹെൽത്ത് കെയർ സ്റ്റാഫുകളെ ലഭിച്ചതിൽ തങ്ങൾ ഭാഗ്യവാന്മാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. My responsibility as the Health and Social Care Secretary to help the Home Secretary reduce net migration in this country, because we do have an over-reliance, and two things can be true at the same time. Firstly, we're really lucky that we've got some amazing people from around the world who come to our country to provide great care in our NHS and social care system, and I'm grateful to those people. But also unfair on people in our own country who might love the chance to work. Why do we do that? Why do we rely on overseas labour? Is he draining other countries of their nurses to support jobs here? Well, I think on the NHS side, it's because training doctors, nurses and other NHS staff takes time and money, so there's a bit of a shortcut there. ഇന്ത്യൻ ദേശീയ അന്വേഷണ ഏജൻസി ചുമത്തിയ 7 കേസുകളിൽ 7 വർഷത്തോളമായി ഇന്ത്യൻ തടവിൽ കഴിയുന്ന ബ്രിട്ടീഷ് പ്രവർത്തകൻ ജഗ്താർ സിംഗ് ജോഹലിന് ഡൽഹി കോടതി ജാമ്യം നിഷേധിച്ചു. 2016ലും 2017ലും പഞ്ചാബിൽ നടന്ന കൊലപാതക കേസുകളുമായി ബന്ധപ്പെട്ടാണ് സ്കോട്ട്ലൻഡിലെ ഡബർട്ടണിൽ നിന്നുള്ള ജോഹൽ അറസ്റ്റിലാകുന്നത്.
ഖാലിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായി അതിലംഗമായിരുന്ന ജോഹലും ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാണെന്നാണ് പോലീസ് ആരോപിക്കുന്നത്. സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗത്വത്തിനു വേണ്ടി വാദിക്കുന്ന ഇന്ത്യക്ക് പിന്തുണയുമായി UK. Become a more representative body, willing to act, not paralysed by politics. We want to see permanent African representation on the Council. Brazil, India, Japan and Germany as permanent members. UKക്ക് പിന്നാലെ അമേരിക്കയും ഫ്രാൻസും ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തിനു വേണ്ടി പിന്തുണ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ UK, യൂറോപ്പ്, അമേരിക്കൻ, ഓസ്ട്രേലിയൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.